Welcome to Qubit Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3-8-2024 മുതൽ 9-8-2024 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ന്യൂസ്? നിക്കോബാർ പോർട്ട് പ്ലാൻ ഫ്രം നോ ജിയോ സോൺ ടു പെർമിറ്റഡ് ഏരിയ. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. നമുക്ക് ന്യൂസ് നോക്കാം. എന്താണ്? ദ ഗ്രേറ്റ് നിക്കോബാർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് spearheaded by the Niti Aayog, that means the National Institutions for Transforming India, has stirred considerable debate. Okay, ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് പറയുന്നത്? Initially flagged for the potentially falling within a no-go zone. Okay, എന്താണ് no-go zone? The project has now been deemed permissible by high-powered committee appointed the National Green Tribunal. ഇതാണ് ന്യൂസ്. ഇത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്നാണ്. ഓക്കെ, എന്താണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, ഇതിന് പ്രധാനമായിട്ടും 3-4 ഭാഗങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് ഇത് ഗലാറ്റ ബേ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ഇന്ദിരാ പോയിൻ്റ് വരുന്നത്. ഇതെന്താ പറയുന്നത്? ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്മിറ്റഡ് ടെർമിനൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൗൺഷിപ്പ് ആൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഇതിലുള്ള. കൂടാതെ 4ാമത്തെ ഭാഗമായിട്ട് പവർ പ്ലാന്റ്. ഇത് അടങ്ങുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യണം? പ്രകൃതി നാശം ഉണ്ടാവുമോ, അല്ലെങ്കിൽ പ്രകൃതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അഥവാ ദേശീയ ഹരിതസേന എന്ത് ചെയ്തിരിക്കുന്നത്? പുതിയ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ആണ് റാൻസം വെയർ വേരിയൻസ്. നമുക്ക് നോക്കാം. എന്താണ്? റീസെൻ്റ്ലി എ റാൻസം വെയർ അറ്റാക്ക് സെവർലി ഡിസപ്റ്റഡ് ദ ഓപ്പറേഷൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 150 to 200 കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ്? ഒരു റാൻസം വെയർ അറ്റാക്ക് ഉണ്ടായതിനെ തുടർന്ന് എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും അല്ലെങ്കിൽ പല റീജിയണൽ റൂറൽ ബാങ്കുകളുടെയും എന്ത് ചെയ്തു? ഓപ്പറേഷൻസ് എന്ത് ചെയ്തു? നിലച്ചു എന്നുള്ളതാണ്. ഏകദേശം 150 മുതൽ 200 വരെ ബാങ്കുകളുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് ഈ റാൻസം വെയർ വേരിയൻസ് എന്ന് പറയുന്നത്. ഒന്ന് അക്കിറ റാൻസം വെയർ, അതുപോലെ തന്നെ ലോക്ക് ബിറ്റ് റാൻസം വെയർ ഉണ്ട്. ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഉദാഹരണമായിട്ട് ക്രിപ്റ്റോ ലോക്കർ. എന്താണ് ക്രിപ്റ്റോ ലോക്കർ എന്ന് പറഞ്ഞാൽ? ക്രെഡിറ്റഡ് വിത്ത് കിക്ക് സ്റ്റാർട്ടിങ് ദ മോഡേൺ ഏജ് ഓഫ് റാൻസം വെയർ 2013 മുതലാണ്. പിന്നെ വരുന്നതാണ് വാണാക്രി. എന്താണ്? എ ക്രിപ്റ്റോ വോൺ ദാറ്റ് അറ്റാക്ക് ഓവർ and 20,000 computers in 150 countries in 2017 ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇത് പെറ്റിയ ആൻഡ് നോട്ട് പെറ്റിയ. എന്താണ്? എൻക്രിപ്റ്റ് ദ ഫയൽ സിസ്റ്റം ടേബിൾ റെൻഡറിങ് കമ്പ്യൂട്ടേഴ്സ് അൺഏബിൾ ടു ബൂട്ട് ആണ്. പിന്നെ വരുന്നതാണ് റോയ്ക്ക്. എന്താണ്? പോപ്പുലറൈസ്ഡ് ബിഗ് ഗെയിം റാൻസം വെയർ അറ്റാക്ക് എഗെയിൻസ്റ്റ് ദ ഹൈ വാല്യൂ ടാർഗറ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഇത് ഡാർക്ക് സൈഡ്. എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ദ കൊളോണിയൽ പൈപ്പ് ലൈൻ അറ്റാക്ക് ആണ്. 2021 വന്നാണ്. പിന്നെ വരുന്നതാണ് ലോക്കി. എന്താണ്? യൂസസ് മാക്രോസ് ഇൻ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് ടു ഇൻഫെക്റ്റ് ഡിവൈസസ് ആണ്. പിന്നെ വരുന്നതാണ് റിവീൽ. എന്താണ്? നോൺ ഫോർ ദ ബിഗ് ഗെയിം ഹണ്ടിങ് ആൻഡ് ഡബിൾ എക്സ്ട്രോഷൻ അറ്റാക്ക് ആണ്. കോണ്ടി എന്താണ് വരുന്നത്? ഓപ്പറേറ്റഡ് ആസ് റാസ് സ്കീം യൂസിങ് ഡബിൾ എക്സ്ട്രോഷൻ ടാക്ടിക്സ് ആണ് ഇതിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇത് നോട്ടബിൾ റാൻസം വെയർ വേരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് പിന്നെ വരുന്ന ഒന്നാണ് ഇത് ക്ലൗഡ് ബ്രസ്റ്റ്. എന്താണ് ക്ലൗഡ്? ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? റീസെൻ്റ്ലി എ ക്ലൗഡ് ബ്രസ്റ്റ് ലീഡിങ് ടു ഫ്ലാഷ് ഫ്ലഡ്സ് ഇൻ ഹിമാചൽ പ്രദേശ് ഹാസ് കിൽഡ് മെനി പീപ്പിൾ ആൻഡ് സെവറൽ മിസ്സിംഗ്. ഓക്കെ, ഇതാണ് ഇത് എന്തായി വരാൻ കാരണം? ന്യൂസിൽ വരാനുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? വാട്ട് ഈസ് ക്ലൗഡ് ബ്രസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ക്ലൗഡ് ബ്രസ്റ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ ക്ലൗഡ് ബ്രസ്റ്റ് ഒക്കർ ഓൺലി വിയ ഓർഗ്രാഫിക് ലിഫ്റ്റ്. എക്സാമ്പിൾ എ സിറ്റുവേഷൻ വെൻ വാം എയർ പാർസൽ മിക്സസ് വിത്ത് കൂൾ എയർ. അതായത് വാം എയർ എന്ത് ചെയ്യുന്നു? കൂൾ എയറായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതാണ് ഏതിന് കാരണമായി മാറുന്നത്? ക്ലൗഡ് ബ്രസ്റ്റിന് കാരണമായിട്ട് മാറുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് എന്താണ്? മോയ്സ്ചർ. എന്താണ്? എൻകൗണ്ടേഴ്സ് എ മൗണ്ടെയിൻ ഓർ ഹിൽ ആൻഡ് ഇറ്റ്സ് ഫോഴ്സ് ടു റൈസ്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ എന്താണ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? റൈസിങ് എയർ കൂൾസ്. അതായത് എന്താണ്? റൈസിങ് എയർ കൂൾസ് ആൻഡ് കൺസെൻസ് ക്ലൗഡ് ഡെവലപ്പാണ് രണ്ടാമത്തെ സ്റ്റേജ്. അതായത് എന്ത് ചെയ്യുന്നു? മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. മൂന്നാമത്തെ എന്താണ്? വയലൻറ്റ് അപ്വേർഡാണ്. എന്താണ്? ഫ്ലോ ഓഫ് എയർ പ്രിവെൻറ്റ്സ് ദ കൺസെൻറ്റിങ് റെയിൻ ഡ്രോപ്സ് ഫ്രം ഫാളിങ് ടു ഗ്രൗണ്ട് ആണ് മൂന്നാമത്തെ സ്റ്റേജ്.
ആൻഡ് നാലാമത്തെ സ്റ്റേജ് എന്താണ്? ലാക്ക് ഓഫ് അപ്വേർഡ് എയർ പ്രിവെൻസ് ആണ്. എന്താണ്? ഡിസ്റപ്ഷൻ ഓഫ് മോയ്സ്ചർ ആണ് ഇത് നാലാമത്തെ സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജാണ് വൂൾ ഓഫ് ദ സ്റ്റോർഡ് വാട്ടർ ഫാൾസ് ഓൺ വൺ ടൈം. എന്ത് ചെയ്യുന്നു? മേഘങ്ങളിൽ സ്റ്റോർ ചെയ്ത വാട്ടർ എന്ത് ചെയ്യുന്നു? അറ്റ ടൈമിൽ എന്ത് ചെയ്യുന്നു? പെയ്യുന്നു. ആൻഡ് ആറാമത്തെ സ്റ്റേജ് എന്താണ്? സ്ലീപ്പ് സ്ലോപ്പ് കേസസ് ഫ്ലാഷ് ഫ്ലഡ്സ്. ഇതാണ് ആറാമത്തെ സ്റ്റേജ്. ഇത്രയും സ്റ്റേജുകൾ അടങ്ങുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് ക്ലൗഡ് ബസ്റ്റ് അഥവാ മേഘവിസ്ഫോടനം എന്നുള്ള പേരിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മലയാളത്തിൽ ഇതിനെ വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം എന്താണ്, അല്ലെങ്കിൽ ഇത് റീസെൻ്റ്ലി എവിടെയൊക്കെ വന്നിട്ടുണ്ട് അത്തരം ന്യൂസസൊക്കെ എന്താ? ന്യൂസസ് എന്താണ്? കറണ്ട് അഫെയർസായിട്ട് നിങ്ങളുടെ എക്സാമിന് വരാനുള്ള പോസിബിലിറ്റീസ് എന്താണ്? കൂടുതലാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അതാണ് ഇതെന്തായി വരാനുള്ള കാരണം, ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി upheld the judiciary's authority to direct government conduct performance audit. It is a statutory law. അതായത് എന്താണ്? സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി വരുന്നത് അല്ലേ? നമുക്കറിയാം എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജുഡീഷ്യറി വളരെയധികം എന്താണ് ആക്റ്റീവായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് എഫിഷ്യൻസിയിൽ പ്രവർത്തിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ദ ഗവൺമെൻറ് ടു കണ്ടക്ട് എ പെർഫോം ഓഡിറ്റ് ഇറ്റ് സ്റ്റാറ്റ്യൂട്ടറി ലോസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന റൂളുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ജഡ്ജ്മെൻറ്റുകളാണ് സുപ്രീം കോർട്ടിൻ്റെ ഇതിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിലാദ്യം വന്നാണ് ഇത് അരുൺ ധവാൻ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2024. ഇതിലെന്താണ് പറയുന്നത്? ഇൻ ദിസ് activist filed a public interest litigation advocating for the establishment of community kitchens to address hunger and malnutrition. The petition highlighted alarming child mortality rate due to these issues and argued that the situation violates fundamental right including the right to food and life. ഇതാണ് എന്താണ് ന്യൂസായി വരാൻ കാരണം, അല്ല ന്യൂസല്ല, ഈ ജഡ്ജ്മെൻറ്റിന് കാരണം എന്താണ്? ഉദാഹരണമായിട്ടൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയലുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കമ്മ്യൂണിറ്റി കിച്ചൺസിന് വേണ്ടിയിട്ട്. അതായത് എന്താണ്? ഏതൊരു വ്യക്തിയുടെയും ഭക്ഷണം കഴിക്കാനുള്ള നമുക്കറിയാം ആർട്ടിക്കിൾ 21 ഭാഗമാണല്ലേ. ആ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഉണ്ടെങ്കിൽ മാത്രമേ പലർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നിറവേറ്റാൻ പറ്റുള്ളൂ, അത് ഗവൺമെൻറ് റൺ ചെയ്യണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇത് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദിസ് സുപ്രീം കോർട്ട് ഡിക്ലൈൻഡ് ഡയറക്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് എ സ്പെസിഫിക് സ്കീം ഫോർ കമ്മ്യൂണിറ്റി കിച്ചൺസ് ടു കോംബാറ്റ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ. പക്ഷേ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണ്? സുപ്രീം കോടതി ഡിക്ലൈൻ ചെയ്തായി കാണാൻ പറ്റും. ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്സിന് കൊടുക്കുന്ന ഈ എന്താണ് ഇത്തരം കാര്യങ്ങൾ ഡിക്ലൈൻ ചെയ്താണ് ഏതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കാം. പിന്നെ വരുന്നതാണ് ഇത് വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനാണ് 1997. എന്താണ്? ദ കേസ് ഈസ് ദ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓഫ് ഇന്ത്യ ദാറ്റ് എസ്റ്റാബ്ലിഷ് ക്രൂഷ്യൽ ഗൈഡ് ലൈൻസ് ടു പ്രിവെൻറ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ്. അതായത് ഈ കേസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൽ ഹറാസ്മെൻറ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആര് സുപ്രീം കോർട്ട് ആരോട് പറയുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിനോട് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ഇൻ ദിസ് ദ സുപ്രീം കോർട്ട് ലൈ ഡൗൺ കോംപ്രഹെൻസീവ് ഗൈഡ് ലൈൻസ് നെയ്മഡ് വൈശാഖ ഗൈഡ് ലൈൻസ്. അതായത് എന്താണ്? അത് ഏത് പേരിലാണ്? വൈശാഖ ഗൈഡ് ലൈൻസ് എന്നുള്ള പേരിൽ അതിൻ്റെ ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ എംപ്ലോയറുടെ ഒബ്ലിഗേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് മെക്കാനിസംസ്, അതുപോലെ തന്നെ എന്താണ് അതിലെങ്ങനെ ട്രെയിനിങ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് 2013 ഏത് പാസ്സാക്കുന്നത്? പോഷ് ആക്ട് പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റും. എന്താണ് പോഷ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്കിംഗ് പ്ലേസസ് ആണ്. ഓക്കെ, അത് പാസ്സാക്കുന്ന ഏതിൻ്റെ ഭാഗമായിട്ടാണ്? ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്? ഇതൊക്കെ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? സാധാരണഗതിയിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത്? വിയറ്റ്നാമാണ്. ഓക്കെ, ഒരു സ്ഥലമാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എന്താണ്? ഇന്ത്യ ആൻഡ് വിയറ്റ്നാം ഹാവ് അൺവീൽഡ് എ ന്യൂ പ്ലാൻ aimed at bolstering their bilateral comprehensive strategic partnership over the next 5 years. ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ എന്താണ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിൻ്റെ കീ ഫാക്ട്സ് നോക്കാം. നമുക്കറിയാം വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹനോയ് ആണ്. ഏതിൻ്റെ ക്യാപിറ്റൽ? വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിയറ്റ്നാമീസ് ആണ് എന്താണ് ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇതിൽ വരുന്ന മേജർ മൗണ്ടൻ റേഞ്ച് എന്താണ്? അന്നാം കൊറലാണ്. മേജർ റിവേഴ്സ് ഏതാണ്? മിക്കോങ് റിവർ സൗത്തിൽ, റെഡ് റിവർ എന്താണ് നോർത്ത്. അതുപോലെ തന്നെ വിച്ച് ഫോം ഫെർട്ടൈൽ ഡെൽറ്റാസ് ദാറ്റ് സപ്പോർട്ട് മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ആൻഡ് അഗ്രികൾച്ചറിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതിൽ നോട്ടബിൾ വൈൽഡ് ലൈഫ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗെയിൻഡ് ക്യാഷ് ഫിഷ്, ഇൻഡോ ചൈനീസ് ടൈഗേഴ്സ്, സച്ചോള ആൻറ്റിലോപ്സ്, അതുപോലെ തന്നെ സുമേത്രൻ റൈനോസേഴ്സ് ആണ്. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ ഹാസ് റെഡ്യൂസ്ഡ് ഫോറസ്റ്റ് കവർ അബൌട്ട് 90%. ഗവൺമെൻറ് റീപ്ലാന്റിംഗ് എഫേർട്സ് ആർ അണ്ടർ വേ ടു റീസ്റ്റോർ വുഡ്ലാൻഡ്സ്. അതായത് എന്താണ്? അവിടെ ഗവൺമെൻറ് ഇപ്പോൾ പ്രോഗ്രാംസ് റൺ ചെയ്യണം. എന്താണ്? അവരുടെ ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എന്താണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനൊക്കെ എന്താണ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് ഗവൺമെൻറ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റ് ആണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഭരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. വിയറ്റ്നാം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഗവൺമെൻറ് അല്ലേ? നമുക്ക് പറയാം നമ്മളിപ്പോൾ ഡെമോക്രാറ്റിക് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് അവിടെ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. വിയറ്റ്നാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ആൻഡ് എ പ്രസിഡൻറ്റ് സെർവ്സ് ആസ് എ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അതുപോലെ തന്നെ പ്രസിഡൻ്റാണ് ആര് എന്ന് വിളിക്കുന്നത്? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അവിടുത്തെ ഗവൺമെൻറ് എന്താണ് പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ റൺസ് എ ഗവൺമെൻറ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററാണ് എന്ത് റൺ ചെയ്യുന്നത്? ഗവൺമെൻറ് അല്ലേ? നമ്മുടെ ഇവിടെ പോലെ തന്നെ ഇവിടെയും നമ്മൾ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് വിളിക്കുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. പക്ഷേ പ്രസിഡൻ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഹെഡ് എന്ന് വിളിക്കുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റുക. വിയറ്റ്നാമിലും എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് എക്കോണമി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എക്സ്പോർട്ട്സ് ഇൻക്ലൂഡിങ് അവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ, സീ ഫുഡ്, റൈസ്, ഷൂസ്, വുഡൻ പ്രൊഡക്റ്റ്, മിഷനറി, ഇലക്ട്രോണിക്സ്, കോഫി, ക്ലോത്തിങ് ഒക്കെയാണ് അവരെ പ്രധാനമായിട്ടും എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ള അവരുടെ പ്രത്യേകതയാണ്. അവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ആര്? ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി 2nd August വാസ് കമ്മമറേറ്റഡ് ആസ് ദി ബർത്ത്ഡേ ഓഫ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റോയ്. ഓക്കെ, ഇനി ആരാണ് ആചാര്യ പ്രഫുല്ല ചന്ദ്രദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നുള്ള പേരിലാണ് ആരറിയപ്പെടുന്നത്? ഇദ്ദേഹം അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അദ്ദേഹം എന്താണ് 1861 മുതൽ 1944 വരെയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഏർലി മോഡേൺ കെമിക്കൽ റിസർച്ചേഴ്സിൽ ഒരാൾ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിൻഡ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എലൻബർഗ്. റേ സ്പെൻഡ് മെനി ഇയേഴ്സ് അറ്റ് പ്രസിഡൻസി കോളേജ് ആൻഡ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ് പ്രസിഡൻസി കോളേജിലും അതുപോലെ തന്നെ എന്താണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡിസ്കവറിംഗ് ദ സ്റ്റേബിൾ കോമ്പൗണ്ട് മെർക്കുറിയസ് നൈട്രേറ്റ് ഇൻ 1895. അതുപോലെ തന്നെ എന്താണ്? എ സ്ട്രഞ്ച് നാഷണലിസ്റ്റ് റേ വാസ് കമ്മിറ്റഡ് ടു അഡ്വാൻസിങ് ബംഗാളി എൻ്റർപ്രൈസസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ബംഗാൾ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് ഇൻ 1901. അതായത് 1901 എന്ത് തുടക്കം കുറിച്ചു? ബംഗാളി കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സിന് എന്ത് ചെയ്യുന്നു? തുടക്കം കുറിച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം എന്താണ്? റേ ഓപ്പോസിറ്റഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് അതർ irritational social practices actively of promoting social reforms until his death, and Ray was the support of the Swadeshi movement of 1905 and considered use the Videshi articles of crime treason against India എന്നുള്ള കാര്യ പ്രത്യേകതയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെക്കുറിച്ച് നോക്കാനുള്ളത്? ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കാനുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹോണേഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹി റിസീവ്ഡ് ദ ടൈറ്റിൽ ഓഫ് കമ്പാനിയൻ ഓഫ് ദ ഇന്ത്യൻ എംപയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? നൈറ്റ്ഹുഡ്. അതുപോലെ തന്നെ നൈറ്റ്ഹുഡ് കിട്ടിയിട്ടുണ്ട് 1999. അതുപോലെ തന്നെ 2022 എന്താണ്?
ജനറൽ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് കോൺഗ്രസിൻ്റെ ഭാഗമായി. അതുപോലെ തന്നെ ഇൻ റിക്കോഗ്നേഷൻ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇന്ത്യ പോസ്റ്റ് ഇഷ്യൂഡ് പോസ്റ്റേജ് സ്റ്റാമ്പ്. ഓക്കെ, ഇദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് എന്ത് ഇറക്കിയിട്ടുണ്ട്? പോസ്റ്റേജ് സ്റ്റാമ്പ് ഇറക്കിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. 2 ഓഗസ്റ്റ് 1961 ഇറക്കിയത്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിക്കാണത് പബ്ലിഷ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? മിനിസ്ട്രി ഓഫ് മൈൻസ് പബ്ലിഷിംഗ് മിനറൽ പ്രൊഡക്ഷൻ ഡാറ്റ. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ദ മിനിസ്ട്രി ഓഫ് മൈൻസ് പബ്ലിഷ്ഡ് മിനറൽ പ്രൊഡക്ഷൻ ഡാറ്റ ഇൻ Q1 ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 2024-25 ആണ് ന്യൂസ്. ഇനി എന്താണ്? ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് അലുമിനിയം പ്രൊഡ്യൂസറാണ്. ഓക്കെ, ഈ റിപ്പോർട്ട് പ്രകാരം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് അലുമിനിയം പ്രൊഡ്യൂസറും അതുപോലെ തന്നെ എന്താണ്? തേർഡ് ലാർജസ്റ്റ് ലൈം സ്റ്റോൺ പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ 4th ലാർജസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് അലുമിനിയം പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ലൈം സ്റ്റോൺ പ്രൊഡ്യൂസറാണ്, ആൻഡ് 4th ലാർജസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസറും കൂടിയാണ് ആര്? ഇന്ത്യ. ഇനി ഒഡീഷ ഈസ് ദ ലാർജസ്റ്റ് അലുമിനിയം ഓർ ആൻഡ് അയൺ ഓർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതായത് എന്താണ്? ഒഡീഷയാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ അലുമിനിയം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ രാജസ്ഥാൻ ഹാസ് ദ ഹയസ്റ്റ് ഷെയർ ഓഫ് ലൈം സ്റ്റോൺ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ മിനറൽ പ്രൊഡക്ഷൻ വാസ് റിപ്പോർട്ടഡ് ഇൻ 19 സ്റ്റേറ്റ്. 19 സ്റ്റേറ്റുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിനറൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 97.4%. അതിൽ 7 സ്റ്റേറ്റുകളിലാണ്. അതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഡീഷ എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 44.11%. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് 17.34%. രാജസ്ഥാൻ എന്ന് പറയുന്നത് എത്രയാണ്? 14.10%. കർണാടക എന്ന് പറയുന്നത് 13.24%. ജാർഖണ്ഡ് എന്ന് പറയുന്നത് 4.36%. മധ്യപ്രദേശ് എന്നാണ് 2.44%. ആൻഡ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് എത്രയാണ്? 1.45%. ബാക്കിയുള്ള സ്റ്റേറ്റിലാണ് ഏകദേശം എന്ത് ചെയ്യുന്നത്? 3% പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നിലവിൽ 7 സംസ്ഥാനങ്ങളിലാണ്. ഏതൊക്കെയാണ്? ഒഡീഷ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, കർണാടക ഉണ്ട്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഓക്കെ, ബാക്കിയുള്ള 12 സംസ്ഥാനങ്ങളിൽ വെറും 3% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഫ്രീ ആകുമ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പെർസെൻറ്റേജ് വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. നെക്സ്റ്റ് വണ്ണാണ് ഇൻക്രീസ് ഇൻ ദ കോസ്റ്റൽ ഇറോഷൻ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എ റീസെൻറ്റ് സ്റ്റഡി റിവീൽഡ് ദാറ്റ് കോസ്റ്റൽ ഇറോഷൻ ഈസ് ത്രെട്ടണിങ് ദ ലൈവ്ലിഹുഡ് ഓഫ് ഫിഷേഴ്സ് ആൻഡ് അതർ ഇൻഹാബിറ്റീവ്സ് ഇൻ കോസ്റ്റൽ തമിഴ്നാട്. ഇതാണ് ഇത് ന്യൂസിൽ എന്താണ് വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കാം എന്താണ്. നിയർലി 40% ഓഫ് ദ കോസ്റ്റൽ ഫേസ് ഇറോഷൻ വിത്ത് ലോസ് ദാൻ 450 acres ഓഫ് ലാൻഡ് എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ പ്രധാന ഭാഗമായി വരുന്നത്. ഇനി ഏരിയ അണ്ടർ ഇറോഷൻ ഇൻക്രീസിങ് 3 meters per year. ഓരോ വർഷം എന്താണ്? 3 meters നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് 2.5 meters per year ഇൻ ദ വെസ്റ്റ് കോസ്റ്റിലാണ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് മീൻ ടു ബൂസ്റ്റ് എക്കോണമിക് ഗ്രോത്ത് ആൻഡ് പ്രിവെൻറ്റ് സീ ഇറോഷൻ ആർ ദ മേക്കിംഗ് തിങ്സ് വേഴ്സ് ബൈ ദ ചേഞ്ചിങ് ദ ഷോർ ലൈൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഇന്ത്യയിലെ കോസ്റ്റൽ ലൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 7516.6 കിലോമീറ്റർ, ഏകദേശം അതിൽ 6100 കിലോമീറ്റർ മെയിൻലാൻഡും 1197 കിലോമീറ്റർ ഐലാൻഡിലും 13 സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലുമാണ് ഇത് ടച്ച് ചെയ്യുന്നത്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ കാണപ്പെടുന്നത്. 1214.7 കിലോമീറ്ററാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഏകദേശം എന്താണ് 973.7 കിലോമീറ്ററും തമിഴ്നാട് ഏകദേശം 906.9 കിലോമീറ്ററും. ആൻഡമാൻ നിക്കോബാർ ഐലാൻഡിലാണ് കോസ്റ്റ് ലൈൻ ഉള്ള ഏറ്റവും വലിയ കോസ്റ്റ് ലൈനുള്ള യൂണിയൻ ടെറിട്ടറി, ഏകദേശം 1962 കിലോമീറ്ററാണ്. ആൻഡ് കോറമൻഡൽ കോസ്റ്റ് തമിഴ്നാട് ഈസ് ദ കോസ്റ്റ് ഓഫ് എമർജൻസ്, വൈൽ കൊങ്കൺ കോസ്റ്റ് മഹാരാഷ്ട്ര ആൻഡ് ഗോവ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് സബ്മർജൻസ് എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് ഇത് കോറിങ് ദ ത്രെഡ്സ് ഹംപി. എന്താണ്? റീസെൻ്റ്ലി ഹംപി, എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ദ വിജയനഗര ഡിസ്ട്രിക്ട് ഓഫ് കർണാടക ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് ദ സ്റ്റോൺ കോറിങ് ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്സ് വിക്ടിനിസിറ്റി. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. എന്താണ് പറയുന്നത്? ഹംപി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബെല്ലാരി ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. ഇതെവിടെയാണ്? ബെല്ലാരി ഡിസ്ട്രിക്ട് ഓഫ് കർണാടകയിലാണ് ഇത് കാണാൻ പറ്റുക.
consisting of the remnants of the Vijayanagara Empire capital city 14th-16th century CE. And one of the unique features എന്ന് പറയുന്നത് എന്താണ്? Temples. Hampi is the wild chariot seat flanked by the rock pillared mandates ആണ്. And its famous place including the Krishna temple complex ആണ്. അതായത് നരസിംഹ, ഗണേശ, ഹെംകുപ്ത ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്. അതുപോലെ തന്നെ അച്യുത ടെമ്പിൾ കോംപ്ലക്സ്, വിത്താല ടെമ്പിൾ കോംപ്ലക്സ്, പട്ടാഭിരാമ ടെമ്പിൾ കോംപ്ലക്സ്, ലോട്ടസ് മഹൽ കോംപ്ലക്സ് എക്സെട്ര. ഹംപി എന്താണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നപ്പോഴാണ് 1986. ദ വിജയനഗര എംപയർ വാസ് ഡിഫീറ്റഡ് ബൈ ദ കോസ്റ്റ് ലൈൻ ഓഫ് ഡെക്കാൻ സുൽത്താനേറ്റ് ഇൻ 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ട, ആഫ്റ്റർ വിച്ച് ഹംപി റിമൈൻഡ് ഇൻ റൺസ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്. തുർദാൾ അഥവാ പീജിയൻ പീ എന്താണ്? റീസെൻ്റ്ലി ഇന്ത്യ ഹാസ് റീസ്റ്റാർട്ടഡ് ദ ഇമ്പോർട്ട് ഓഫ് തുർദാൾ പീജിയൻ പീ ഫ്രം ദ മൊസിംഗ്പൂ ആഫ്റ്റർ ഇറ്റ് വാസ് ഡിസപ്റ്റഡ് ബൈ ആൻറ്റി ഇന്ത്യ ഗ്രൂപ്പ്. ഓക്കെ, ഇനി എന്താണ് ഇതിനെക്കുറിച്ചുള്ള കീ ഫാക്റ്റുകൾ? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലെജിം ക്രോപ്പ് ആൻഡ് പ്രോട്ടീൻ സോഴ്സ് ഇൻ ഇന്ത്യയാണ്. അതുപോലെ തന്നെ ത്രിവൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ആൻഡ് സെമി എരിഡ് റീജിയൻസിലാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ ക്ലൈമാറ്റിക് റിക്വയർമെൻറ്റ്സ് വെച്ചാൽ റെയിൻഫോൾ എങ്ങനെയായിരിക്കണം? നീഡ്സ് 600 to 650 mm annually with the moist condition early and dry condition during the flowering and pod development ആണ്. ടെമ്പറേച്ചർ ഏകദേശം എത്രയായിരിക്കണം? 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് റെയിനി സീസണിൽ, ആൻഡ് 17 ഡിഗ്രി സെൽഷ്യസ് മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് ആണ് പോസ്റ്റ് റെയിനി സീസണിൽ. സോയിൽ പ്രിഫർ ചെയ്യുന്ന എന്താണ്? സാൻഡി ലോം സോയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് പ്രിഫർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ലോ റേഡിയേഷൻ ഡ്യൂറിങ് pod development leading to the poor pod formation if flowering the occurs monsoon or cloudy conditions ആണ്. അതുപോലെ തന്നെ കീ ഡിസീസസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വിൽറ്റ്, സ്റ്റെറിലറി മോയിസ്റ്റിക് ഡിസീസസ്, ഫോത്തനേറിയ ബിർലൈറ്റ്, ആൾട്ടർനേനിയ ബ്രൈറ്റ് ആൻഡ് പൗഡറി വിൽറ്റൊക്കെയാണ്. ടോപ്പ് പ്രൊഡ്യൂസർ സ്റ്റേറ്റ് 2019 റിപ്പോർട്ട് പ്രകാരം ആരൊക്കെയാണ്? കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശാണ് നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? ഓക്കെ, ഇതിലാണ് അതിൻ്റെ ഒരു പൾസ് പ്രൊഡക്ഷൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഉദാഹരണമായിട്ട് ആന്ധ്രാപ്രദേശിൽ വരുന്ന ഏകദേശം 7.36%, ബീഹാർ ആണെങ്കിൽ 2.66, ഛത്തീസ്ഗഡ് ആണെങ്കിൽ 3.01, ഗുജറാത്തിൽ 3.25, കർണാടക 7.66, മധ്യപ്രദേശ് 25.29, മഹാരാഷ്ട്ര 14.49, രാജസ്ഥാൻ 12.95, തമിഴ്നാട് 2.19, ഉത്തർപ്രദേശ് 10.94. ക്ലിയർ? ഇനി നെക്സ്റ്റ് ന്യൂസാണ് ദ ഒളിമ്പിക്സ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ ഒളിമ്പിക് ഗെയിംസ് ഹാവ് ലോങ് സ്റ്റാൻഡിംഗ് ട്രഡീഷൻ ഓഫ് ഫീച്ചറിംഗ് ഡൈവേഴ്സ് സ്പോർട്സ്, ബട്ട് certain events have been removed over the time. The shift of societal values, sportsmanship and audience preference. അതായത് നമുക്കറിയാം ഒളിമ്പിക്സ് വന്നിട്ട് കാലം കുറയും, പക്ഷേ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ പല കാര്യങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഭാഗമായിട്ടോ കൾച്ചറിൻ്റെ ഭാഗമായിട്ടോ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല മത്സരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളതായിട്ട്, അതായത് എടുത്തു മാറ്റിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ 5 സ്പോർട്സ് ഐറ്റംസാണ് ഇപ്പോൾ എന്താണ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിക്കുക. ഒന്ന് ലവ് പീജൻ ഷൂട്ടിംഗ് എൻഡഡ് ഇൻ 1900. എന്താണ്? കോമ്പറ്റീറ്റേഴ്സ് സ്കിൽഡ് നിയർലി 300 pigeons ലീഡിങ് ടു ദ ഇറ്റ്സ് റീപ്ലേസ്മെൻറ്റ് ബൈ ക്ലേ പീജൻ ഷൂട്ടിംഗ് ആക്കി. ഹോട്ട് എയർ ബലൂണിങ് എൻഡഡ് ഇൻ 1900. എന്താണ്? ഫീച്ചർ ഡിസ്റ്റൻസ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഫോട്ടോഗ്രാഫി കണ്ടക്ട്സ് ആണ്. തഗ് ഓഫ് ആണ് 1900 മുതൽ 1920 വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? എൻഡഡ് ആഫ്റ്റർ ദ കോൺട്രവേഴ്സി അറ്റ് ദ 1908 ലണ്ടൻ ഗെയിംസ് ഓവർ ദ ബ്രിട്ടീഷ് ഹെവി ബോട്ട്സ്. അതുപോലെ തന്നെ പ്ലഡ്ജ് ഫോർ ഡിസ്റ്റൻസ് ആണ് 1904 മുതൽ 19. ദ ഇവൻറ്റ് റിക്വയർഡ് അത്ലറ്റ് ടു ഡൈവ് ഇൻ ടു ദ പൂൾ ആൻഡ് കോസ്റ്റ് അണ്ടർ വാട്ടർ വിത്തൗട്ട് മൂവിങ് ആണ്. ആൻഡ് റണ്ണിങ് ഡീർ ഷൂട്ടിങ് 1908 മുതൽ 1924 വരെ. കോമ്പറ്റീറ്റേഴ്സ് ഷൂട്ട് അറ്റ് ദ വുഡൻ ഡീർ ടാർഗറ്റ് ഓൺ എ മൂവിങ് കാർട്ട് ഫ്രം ദ 100 meters away ആണ്. ഓക്കെ, ഈ 5 സ്പോർട്സ് ഐറ്റംസ് ഇപ്പോൾ അവിടെ കാണാൻ പറ്റില്ല, നമ്മുടെ ഒളിമ്പിക്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഒളിമ്പിക്സ് ഗെയിംസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ ഒരു ഇവൻ്റാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഏകദേശം 774 BC ആൻഷ്യൻ ഗ്രീസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ആൻഡ് മോഡേൺ ഗെയിംസ് 1896 ഏതൻസിലാണ്. ഇതിൽ അപ്കമിങ് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് 2024 സമ്മർ ഒളിമ്പിക്സ് പാരീസ് ഫ്രാൻസിൽ, വിൻ്റർ ഒളിമ്പിക്സ് 2026 മിലൻ കൊണ്ടോണിയ, അതുപോലെ 2028 സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ്, 2032 സമ്മർ ഒളിമ്പിക്സ്
ബ്രിസ്ബൻ ഓസ്ട്രേലിയയിൽ. ഇനി 2024 പാരീസ് ഒളിമ്പിക്സ് എന്താണ്, ടോട്ടൽ 32 ഡിഫറെൻറ്റ് സ്പോർട്സ് ഐറ്റംസിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത് വേൾഡ് ബാങ്ക്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എ റീസെൻറ്റ് വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ടൈറ്റിൽ ദ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2024 ദ മിഡിൽ ഇൻകം trap has highlighted the significant challenges faced by over 100 countries including India achieving high income status in the coming decades. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന 1944 എന്താണ് യുണൈറ്റഡ് നാഷൻസ് മോണിറ്ററി ആൻഡ് ഫൈനാൻഷ്യൽ കോൺഫറൻസ് ബ്രിട്ടൻ വുഡിൽ വെച്ച് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഥവാ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് 1944 എന്ത് ചെയ്യുന്നത്, ഇത് രൂപം കൊള്ളുന്ന എന്ത് പേരുള്ള ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ള പേരുകൾ. ഇതിൻ്റെ കൂടെ അന്ന് IMFും ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ IBRD ആണ് പിന്നീട് എന്തായി മാറുന്നത്, വേൾഡ് ബാങ്കായി മാറുന്നത്. അതായത് ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഈസ് ദ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓഫ് 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിലവിൽ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇവർ സസ്റ്റൈനബിൾ സൊല്യൂഷൻസ്, ദാരിദ്ര്യം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ബിൽഡ് ഷെയർഡ് പ്രോസ്പെരിറ്റി ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ട സഹായമൊക്കെ കൊടുക്കുക. ഓക്കെ, വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ വൺ ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 189 രാജ്യങ്ങളാണ് ഇന്ത്യ അടക്കം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി ഇതിൽ 5 ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് IBRD, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IDA, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ IFC, മൾട്ടിലാറ്ററൽ ഗ്യാരണ്ടി ഏജൻസി MIGA, ഇൻ്റർനാഷണൽ ആൻഡ് സെൻറ്റർ ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ടീസ് ICSID ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ICSID. ഇന്ത്യ ഇതിൻ്റെ ഭാഗമല്ല, ICSIയുടെ ഭാഗമല്ല, ബട്ട് ഹാസ് ബീൻ ആക്സസിങ് ഫണ്ട് ഫ്രം ദ വേൾഡ് ബാങ്ക്. അതായത് IBRD IDA വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് IBRD IDA IFCയുടെ ഒക്കെ ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് ഇന്ത്യ. ഇവരുടെ മേജർ റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് എന്ത് ചെയ്തു, പബ്ലിഷിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ്, വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ഗ്ലോബൽ എക്കോണമിക് പ്രോസ്പെക്റ്റ് ഒക്കെ ഇവരുടെ എന്താണ് പ്രധാനപ്പെട്ട മേജർ റിപ്പോർട്ടുകളാണ്. പിന്നെ വരുന്നതാണ് ഇത് FAO. എന്താണ്, ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റിലീസ്ഡ് അപ്ഡേറ്റഡ് ഇൻറ്റഗ്രേറ്റഡ് ഫയർ മാനേജ്മെൻറ്റ് വോളണ്ടറി ഗൈഡ് ലൈൻസ് പ്രിൻസിപ്പൽ ആൻഡ് സ്ട്രാറ്റജിക് ആക്ഷൻസ് ആണ്. ഓക്കെ, FAO and the UN Environment Program established Global Fire Management Fire Hub at the 8th International Wildland Fire Conferences in May 2023. May 2023 FAO UN Environment Program കൂടി ചേർന്നിട്ട് എന്തിനു തുടക്കം കുറിക്കുന്ന ഗ്ലോബൽ ഫയർ മാനേജ്മെൻറ്റ് ഹബ്, അഥവാ ഫയർ ഹബിന് തുടക്കം കുറിക്കുന്നത്. ഇതിനെ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് എയിംസ് ടു യുണൈറ്റ് ദ ഗ്ലോബൽ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് എൻഹാൻസ് നാഷണൽ കപ്പാസിറ്റീസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഫയർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെയാണ് എന്താ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇത് ഗ്രാസ് ലാൻഡ്. എന്താണ് പറയുന്നത്, ഇൻക്രീസിങ് ട്രീ കവർ ഇൻ ഓഫ്റ്റൻ സീൻ എ പോസിറ്റീവ് ഔട്ട്കം ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് മച്ച് നീഡഡ് എഫേർട്ട് ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് ന്യൂസ്. എന്താണ് ഗ്രാസ് ലാൻഡ് എന്ന് വിളിക്കുന്നത്? ഹൗവർ ദ സ്റ്റഡി പബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് വിറ്റർലാൻഡ്, കേപ്പ് ടൗൺ ആൻഡ് ഓക്സ്ഫോർഡ് റിപ്പോർട്ടഡ് ദാറ്റ് മോർ ട്രീസ് ഇൻ ദ ഓപ്പൺ എക്കോസിസ്റ്റം ലൈക്ക് savans and grassland have been subsequently reduced the number of negative grassland birds ആണ്. ഓക്കെ, എന്താണ് പറയുന്നത്, 2 പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡുകളാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ട്രോപ്പിക്കൽ ടെമ്പറേച്ചറിലും, അതായത് ട്രോപ്പിക്കൽ ടെമ്പറേച്ചറിൽ കാണപ്പെടുന്ന എന്താണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും, അതുപോലെ തന്നെ ഇറോഷൻ സ്റ്റെപ്സുമാണ് കാണാൻ പറ്റും. നോർത്ത് അമേരിക്കയിലെ പെർലാൻഡ്സ്, അതുപോലെ തന്നെ അർജൻറ്റീനയിലെ പാമ്പാസ്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഇൻക്ലൂഡിങ് ഹോട്ട് സെവൻസ് ഒക്കെയാണ് കാണാൻ പറ്റുക. ഇനി ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് വെറ്റ് സീസൺസിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ടെമ്പറേച്ചർ ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഓക്കെ, മറ്റത് എന്ന് പറയുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സമ്മേഴ്സ് വരെ ആയിരിക്കും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ വൈൽഡ് ഫയേഴ്സ് വൈറ്റൽ ഗ്രാസ് ലാൻഡ് എക്സിസ്റ്റൻസ് എന്നുള്ളത് എന്താണ് ഇതിൻ്റെ എപ്പോഴും പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. നെക്സ്റ്റ് വണ്ണാണിത് ഹിറോഷിമ ഡേ 2024. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ഹിറോഷിമ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 6th commemorate the anniversary of the atomic bombing of Hiroshima, Japan by US during World War II on August 6, 1945. ഇതാണ് ഇത് എന്ത് വരാനുള്ള കാരണം, ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്,
On the August 6, 1945, during the World War II, the US dropped an atomic bomb. എന്ത് ചെയ്യുന്നുണ്ട്? യു എസ് എന്ത് ചെയ്യുന്നുണ്ട്? ജപ്പാനിൽ ഒരു അറ്റോമിക് ബോംബ് എന്ത് ചെയ്യുന്നുണ്ട്? വർഷിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്ത് പേരിലാണ് അത് വർഷിക്കുന്നതായിട്ട് കാണാൻ പറ്റുക? ലിറ്റിൽ ബോയ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? വർഷിക്കുന്നത്. B-29 ബോംബർ ഇലോന ഗേ ആണത്. ഓക്കെ, ആൻഡ് അപ്രോക്സിമേറ്റ്ലി 70,000 to 18,000 പീപ്പിളാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ മരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. കൂടാതെ ഓഗസ്റ്റ് 9 എന്ത് ചെയ്യുന്നുണ്ട്? യു എസ് സെക്കൻഡ് അറ്റോമിക് ബോംബ് ഫാറ്റ്മാൻ എന്നുള്ള പേരിൽ നാഗസാക്കിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇതോടുകൂടി ജപ്പാൻ സറണ്ടർ ചെയ്യും, വേൾഡ് വാർ II അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ജനറൽ ഡഗ്ലസ് MacArthur ആൻഡ് other top commands supported conventional bombing and planned massive incursion Operation Downfall, which was estimated to result in 1 million US casualties ആണ് നമുക്ക് കാണാൻ പറ്റുക. അവോയ്ഡ് ദ സച്ച് ഹൈ കാഷ്വാലിറ്റീസ് പ്രസിഡന്റ് ട്രൂമൻ ഡിസൈഡ് ടു യൂസ് ദ അറ്റോമിക് ബോംബാണ്. ആൻഡ് ഡിസംബർ 1941 യു എസ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണ്? മൻഹാട്ടൻ പ്രൊജക്ട് ടു ഡെവലപ്പ് ദ ബോംബ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് Junior Robert Oppenheimer. The incident of atomic bombing gave birth to the Comprehensive Nuclear Test Ban Treaty, Nuclear Non-Proliferation Treaty, Limited Test Ban Treaty, Nuclear Supplies Group തുടങ്ങിയവയ്ക്ക് ഇത് കാരണമായി മാറുന്നുണ്ട്. ടു റെസ്ട്രിക്ട് ദ പ്രോളിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പല ന്യൂസുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിന് കാരണം. 1950കളിൽ നമ്മൾ എയുടെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ടെസ്റ്റ് പ്രപ്പോസ് ഫസ്റ്റ് എ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. 1956 എന്താണ്? ഡാർമൗത്ത് കോൺഫറൻസ് കോയിൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുപോലെ തന്നെ 1960കളിൽ എന്താണ്? എലിസ ചാറ്റ് ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 96 ഡീപ്പ് ബ്ലൂ ചെസ് പ്ലേയിങ് പ്രോഗ്രാം. 2012 ഡീപ്പ് ലേണിംഗ് ബ്രേക്ക് ത്രൂ ദ ഇമാജിനറി റെക്കഗ്നേഷൻ. 2014 എന്താണ്? ജനറേറ്റീവ് അഡ്വൈസൽ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2020 എന്താണ്? GPT-3 എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ്ഡ് ലേണിംഗ് ജനറേഷൻ. 2022 എന്താണ്? ChatGPT ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 2023 ജനറേറ്റീവ് AI ബൂം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ കീ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, കോഗ്നിറ്റീവ് കമ്പ്യൂട്ടർ, മിഷൻ ലേണിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. ഇതിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അഗ്രികൾച്ചർ, സൈബർ സെക്യൂരിറ്റി, എനർജി ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഇതുമായി ബന്ധപ്പെടുന്ന കൺസേൺസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡീപ്പ് ഫേക്ക് മിസ്ഇൻഫോർമേഷനാണ്, അല്ലെങ്കിൽ പ്രൈവസി ഇഷ്യൂസ്, അൽഗോരിതമിക് ബയാസ്, ഡാറ്റ ഓണർഷിപ്പ് ആൻഡ് ലയബിലിറ്റി ഇഷ്യൂ, ഓട്ടോമേഷൻ ആൻഡ് ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് കോംപ്ലക്സ് ഒക്കെയാണ്. ഇനി ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ AI, ബയോടെക് ഡിക്ലറേഷൻ, G20 ന്യൂഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ, ഹിറോഷിമ AI പ്രോസസ് ഒക്കെയാണ്. ഇതിനു വേണ്ടി ഇന്ത്യ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നാഷണൽ സ്ട്രാറ്റജി ഫോർ AI 2018, AI ഫോർ ഓൾ സെൽഫ് ലേണിംഗ് ആണ്, GPI സബ്മിറ്റ് ഉണ്ട്, ഇന്ത്യ AI മിഷൻ ഉണ്ട്, US ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനീഷ്യേറ്റീവ്, എയർ വാട്ടർ എന്താണ്? ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്താണ് കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ്സ് ഇൻ വഖഫ് ആക്ട് 1995. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? പാർലമെൻറ്റ് ഈസ് സെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ വഖഫ് അമെൻമെൻറ്റ് ബിൽ 2024 to amend the Waqf Act 1995 with the goal of enhancing accountability and transparency in functioning of വഖഫ് ബോർഡ്സ് ആണ്. ഓക്കെ, ഇനി എന്താണ് 1955 വഖഫ് ആക്ട്? ഇത് പറയുന്നുണ്ട് വഖഫ് ആക്ട് വാസ് ദ ഫസ്റ്റ് പാസ്ഡ് ബൈ പാർലമെൻറ്റ് 1954 ആണ്. ആൻഡ് ഇറ്റ് വാസ് ലേറ്റർ റിപ്പീൽഡ് ആൻഡ് ന്യൂ വഖഫ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1995 ആണ്. 1900 നമ്മൾ നോക്കുകയാണെങ്കിൽ 55 ശേഷം പിന്നീട് 95 വീണ്ടും ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2013 ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? അമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വഖഫ് ബോർഡുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻസീവ് പവേഴ്സ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും ഡെസിഗ്നേറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ. എന്താണ് വഖഫ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പെർമനൻറ്റ് ഡെഡിക്കേഷൻ ഓഫ് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഫോർ റിലീജിയസ് ആൻഡ് സ്പീഷ്യസ് ചാരിറ്റബിൾ പർപ്പസ് ആസ് ദ റിക്കഗ്നൈസ്ഡ് ബൈ മുസ്ലിം ലോ ആണ്. ആൻഡ് ഇറ്റ് ഇംപ്ലൈസ് ദ എൻഡോവ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി വാട്ട് അതർ ദ മൂവബിൾ ഓർ ഇമ്മൂവബിൾ ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ ടു ഗോഡ് ബൈ എ മുസ്ലിം ആണ്. അണ്ടർ ദ പെർമിസസ് ദാറ്റ് ട്രാൻസ്ഫർ വിൽ ബി ബെനിഫിറ്റ് ദ നീഡിയാണ്.
And the proceeds from a Waqf typically fund educational institutions, graveyards, mosques and shelter homes ആണ്. And Waqf in India are regulated by the Waqf Act 1995 എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് നാഷണൽ ഹാൻഡ്ലൂം ഡേ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി 10th നാഷണൽ ഹാൻഡ്ലൂം ഡേ വാസ് celebrated on 7th August 2024. This day has been celebrated since 2015 and marks the launch of the Swadeshi movement of the 7th August 1905, part of the independence struggle promoting domestic handloom product ആണ്. ഓക്കെ, ഇതിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് NHDP. എന്താണ്? സപ്പോർട്ട് ഹാൻഡ്ലൂം ക്ലസ്റ്റേഴ്സ് വിത്ത് ദ ഫൈനാൻഷ്യൽ എയ്ഡ് മാർക്കിംഗ് അസിസ്റ്റിംഗ് ആൻഡ് അവാർഡ്സ് പ്ലാൻ ടു ഫണ്ട് മെഗാ ക്ലസ്റ്റേഴ്സ് വിത്ത് അറൌണ്ട് 30 crore ഫോർ 10,000 ലൂംസ് ആണ്. ആൻഡ് മാർക്കറ്റ് ആക്സസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. പ്രൊമോട്ട്സ് എക്സ്പോർട്ട് ത്രൂ ദ മാർക്കറ്റ് റിസർച്ച്, ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് സപ്പോർട്ട് ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ് എഫക്റ്റീവ് അണ്ടിൽ മാർച്ച് 2026 ആണ്. ആൻഡ് റോ മെറ്റീരിയൽ സപ്ലൈ സ്കീമാണ് RMSS. എന്താണ്? പ്രൊവൈഡ് സബ്സിഡൈസ്ഡ് ചെയ്യാം, ഇംപ്രൂവ്സ് ഡൈയിങ് ഫെസിലിറ്റീസ് ആൻഡ് ഓഫേഴ്സ് ഫ്രൈറ്റ് റീഇംബേഴ്സ്ഡ് ആൻഡ് ദ പ്രൈസ് സബ്സിഡീസ് ടു ഹാൻഡ്ലൂം വേസ്റ്റ് എഫക്റ്റീവ് അണ്ടിൽ 2025-26. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത്? ശ്രീലങ്ക ടെസ്റ്റ് IUDs കോൺട്രപ്റ്റീവ് ഓൺ മങ്കീസ് ആണ്. എന്താണ്? ശ്രീലങ്ക ടെസ്റ്റിംഗ് ഇൻഡറക്റ്റീവ് ഡിവൈസസ് ഓൺ ദ ഫീമെയിൽ ടങ് മോസ്കിറ്റ്സ് ടു കൺട്രോൾ ദെയർ പോപ്പുലേഷൻ എസ്റ്റിമേറ്റഡ് അറൌണ്ട് 3 million. ഓക്കെ, എന്താണ് ടങ് മങ്കി എന്ന് പറയുന്നത്? നെയ്മഡ് ഫോർ ദ വൂൾ ഹെയർ ടോപ്പ് ദെയർ ഹെഡ്സ് ആണ്. എൻഡമിക് ടു ശ്രീലങ്കയാണ്. ദേ ഫോം ദ ലാർജ് ട്രൂപ്സ് ദ കോംപ്ലക്സ് സോഷ്യൽ ഹെയറാർക്കീസ് കാണാൻ പറ്റും. കോമൺലി സീൻ ഇൻ ശ്രീലങ്ക കൾച്ചറൽ ട്രാൻസ്ഫർ ഓഫ് ടെമ്പിൾസ് ആൻഡ് നിക് നെയ്മഡ് ടെമ്പിൾ മങ്കീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ത്രട്ടൻഡ് ബൈ ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളൊക്കെ ഇത് കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് 5th ആനിവേഴ്സറി ഓഫ് അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370. അല്ല, നമുക്കറിയാം ജമ്മു കാശ്മീരിന് കൊടുത്തിരുന്ന സ്പെഷ്യൽ ആർട്ടിക്കിൾ ആയിരുന്നു ഇത് ആർട്ടിക്കിൾ 370 എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? ഏകദേശം എത്ര വർഷം കഴിഞ്ഞു? 5 വർഷം കഴിഞ്ഞു. അതിൻ്റെ 15th ആനിവേഴ്സറിയാണ്. അതാണിത് എന്തിൽ വരാൻ കാരണം? ന്യൂസിൽ വരാനുള്ളൊരു കാരണം അല്ലേ. ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ് പ്രത്യേക പദവികൾ കൊടുത്തിരുന്ന ആർട്ടിക്കിളായിരുന്നു ഇത് ആർട്ടിക്കിൾ 370 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എന്തായിരുന്നു ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്നായിരുന്നു. ഇത് ഡ്രാഫ്റ്റ് ചെയ്ത ആരായിരുന്നു? N. ഗോപാലസ്വാമി അയ്യങ്കാർ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ടെമ്പററി പ്രൊവിഷനായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ആർട്ടിക്കിൾ അലൗഡ് ജമ്മു ആൻഡ് കാശ്മീർ ടു ഹാവ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ജമ്മു കാശ്മീരിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാം, ഫ്ലാഗ് നിർമ്മിക്കാം, ഓട്ടോണമി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഏതിലുണ്ടാവില്ല? ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ പ്രൊവിഷൻ പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദ ടേംസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് എക്സഷൻ ആണ് പറയുന്നത്, വിച്ച് വാസ് സൈൻഡ് ഇൻ ദ റൂളർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഹരി സിംഗ് ആണ് ഇൻ 1947 ഫോളോയിങ് ആൻ ഇൻവേഷൻ ബൈ പാകിസ്ഥാൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്? 2019 എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ജമ്മു കാശ്മീരിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിൽ പാർലമെൻറ്റ് എന്നാണ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5th and 6th ഓഗസ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. അത് ലോകസഭയും രാജ്യസഭയും എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ റെസൊല്യൂഷൻ റിവോക്ക് ദ റിമൈനിങ് പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ 370 ആൻഡ് റിപ്പീൽഡ് ദം വിത്ത് ന്യൂ പ്രൊവിഷൻസ് ആണ്. കൂടാതെ എന്തും പാസ്സാക്കി? ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019 പാസ്സാക്കി. അതായത് ഈ പ്രത്യേക പരിഗണന കൊടുത്തിരുന്ന സംസ്ഥാനത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്? 2 യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇത് രാഷ്ട്രീയ വിജയ് പുരസ്കാർ 2024 ആണ്. എന്താ പറയുന്നത്? ദ ഇന്ത്യൻ ഗവൺമെൻറ് അനൗൺസ്ഡ് ദ ഫസ്റ്റ് എവർ രാഷ്ട്രീയ വിജയ് പുരസ്കാർ അവാർഡീസ് ആണ് 2024. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള ഇതിൽ ഏതൊക്കെ അവാർഡുകളാണ് വരുന്നത് എന്നുള്ളതാണ്. ഒന്ന് വിജയരത്നയാണ്. എന്താണ്? ഇറ്റ് ഹോണേഴ്സ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പ് 3 അവാർഡ്സ് ഗിവൺ ഈച്ച് ഇയർ ആണ്. എലിജിബിലിറ്റി എന്താണ്? ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് ആൻഡ് ടെക്നോളജിസ്റ്റ് വിത്ത് എ കരിയർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഇത് വിജയശ്രീ. എന്താണ്? ഇറ്റ് റിയോർഗനൈസസ്
ഡിസ്റ്റിങ്വിഷ്ഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ എനി ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഏകദേശം 25 പേർക്കാണ് ഈ അവാർഡ് ഒരു വർഷം കൊടുക്കുക. എന്താണ് എലിജിബിലിറ്റി? എന്താണ് ഇൻഡിവിജ്വൽസ് വിച്ച് നോട്ടബിൾ അച്ചീവ്മെൻറ്റ് ഇൻ ദയർ റെസ്പെക്റ്റീവ് സയൻറ്റിഫിക് ഓർ ടെക്നോളജിക്കൽ ഡൊമൈൻസ് ആണ്. പിന്നെ വരുന്നതാണ് വിജയ് യുവ ശാന്തി സ്വരൂപ് ഭാരതാണ്. അതായത് എന്താണ് ഇത് ഇറ്റ് റിക്കഗ്നൈസ് എൻകറേജ് യങ് സയൻറ്റിസ്റ്റ് ആണ്. 45 വയസ്സിനടിയിലുള്ളവർക്കാണ് എന്ത് ചെയ്യുക ഇത് കൊടുക്കുന്നത്. ഏകദേശം 25 പേർക്കാണ് കൊടുക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ് യങ് സയൻറ്റിസ്റ്റ് ആവണം. അതുപോലെ തന്നെ എന്താണ് ഹു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് എക്സെപ്ഷണൽ റിസർച്ച് ഓർ ഇന്നോവേഷൻ ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത് വിജയ് ടീം എന്ന് പറയുന്നത്. എന്താ ഈ അവാർഡ്സ് എ ടീം ഓഫ് 3 or more സയൻറ്റിസ്റ്റിനാണ് കൊടുക്കുക. റിസർച്ചേഴ്സ് ഓർ ഇൻവെൻറ്റേഴ്സിനാണ് കൊടുക്കുക. എക്സെപ്ഷണൽ കൊളാബറേഷൻ കോൺട്രിബ്യൂഷനാണ് 3 പേർക്കാണ് ഇതും കൊടുക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി എന്നാൽ ടീംസ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ് ഇൻ എനി ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഓരോരുത്തർക്കും കിട്ടുന്നത് എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, പ്രസിഡന്റ് സൈൻ ചെയ്ത്. അതുപോലെ തന്നെ ബ്രോഷർ വിത്ത് ദ സിറ്റുവേഷൻ ആൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ അവാർഡി ഈസ് റിലീസ്ഡ് ഓൺ ദ സെറിമണി ഡേ ആൻഡ് ഡിക്കോഷൻസ് ആർ ഗിവൺ ദ നെക്സ്റ്റ് ഓഫ് കിൻ കേസ് ഓഫ് പോസ്റ്റമസ് അവാർഡാണ്. ഇത് ആർക്കൊക്കെ കിട്ടിയത്? വിജയരത്ന കിട്ടിയത് എന്താണ് ജി പത്മനാഭൻ, ഹു ഈസ് റിക്കഗ്നൈസ്ഡ് ഫോർ ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഇൻ ബയോളജിക്കൽ സയൻസ്, particularly of his work malaria patients ആണ്. He is the former director of Indian Institute of Science ആണ് and has previously received പത്മശ്രീ ആൻഡ് പത്മഭൂഷൺ കിട്ടിയത്. വിജയ് ടീം കിട്ടിയത് ആരൊക്കെയാണ്? ചന്ദ്രയാൻ T3 ടീമിനാണ് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക അല്ലേ. 2023 ലോഞ്ച് ചെയ്താണ്. വിജയൻ ശ്രീ കിട്ടുന്ന ഏതാണ്? അന്നപൂർണ്ണ സുബ്രഹ്മണ്യത്തിനാണ് കിട്ടുന്നത്. ഫോർമ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആൻഡ് ഗാലക്സീസിനെ കുറിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ ജയന്തി ബാലചന്ദ്ര ഉദ്യോഗത്തിന്റെ ബയോളജിയിലാണ്. നന്ദകുമാർ മണ്ഡൽ കിട്ടുന്നുണ്ട്, പർട്ടിക്കുലർലി ഫിസിക്സ് ആണ്. ആൻഡ് വിജയ് യുവ കിട്ടുന്ന ആൾക്കാണ് വിവേക് പോൾഷർക്കാണ് കാർബൺ ക്യാപ്ചർ ടെക്നോളജീസിനെ കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ഉർബാഷി സിൻഹ ക്വാണ്ടം റിസർച്ച് ആണ്. റോക്സി മാത്യു കോൾ ക്ലൈമറ്റ് സയൻസുമായി ബന്ധപ്പെട്ടിട്ട്. ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് എന്ത് 72% ഓഫ് ടാക്സ് പേയേഴ്സ് ഓപ്ഷൻ ന്യൂ ടാക്സ് റെജീമാണ്. ഓക്കെ, എന്താണ് പറയുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് CBT റിപ്പോർട്ടഡ് 72% ഓഫ് ഇൻകം ടാക്സ് അസസ് ചൂസ് ദ ന്യൂ ടാക്സ് റെജീം ഇൻ 2023-24 ആണ് അല്ലേ. അപ്പോൾ ഈ ടാക്സിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിരുന്നു? ബഡ്ജറ്റിൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ ചെയ്തിരുന്നു. ഓക്കെ, ഡൗട്ട്സ് ഉള്ളവർ എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക റെഫർ ചെയ്യുക. ഓക്കെ, ആൻഡ് പ്രിയാമ്പിൾ റിമൂവബിൾ ഫ്രം ന്യൂ NCERT ടെക്സ്റ്റ്. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ NCERT ടെക്സ്റ്റ് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എടുത്ത് മാറ്റി. അതാണ് ന്യൂസ്. എന്താണ് പറയുന്നത്? The National Council of Education, Research and Training NCERT has dropped the preamble of the Constitution from several classes 3 and 6 textbook issued in 2024. എന്താണ് പറയുന്നത്? The NCERT has clarified the organization is now focusing on various aspects of the Indian Constitution ആണ്, including the preamble, fundamental duty, fundamental rights and the national anthem. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് എടുത്ത് മാറ്റിയത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ആമുഖമാണല്ലേ. അതിൽ പറയുന്നുണ്ട് ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ലിബേർട്ടി ഒക്കെയാണ് അവരുടെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫെർട്ടേണിറ്റി, സാഹോദര്യം ആളുകളിൽ വളർത്തുക, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി വളർത്തുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പീപ്പിൾ ഓഫ് ഇന്ത്യ തന്നെയാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് 26 നവംബർ 1949 കേശവാനന്ദ ഭാരതി കേസിലും അതുപോലെ തന്നെ LIC കേസിലും പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന ആരുടെ വിധി കാണാൻ പറ്റും? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ എന്ത് ചെയ്യാൻ പറ്റും? ജഡ്ജ്മെൻറ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് ബെയ്ലി ബ്രിഡ്ജ്. എന്താണ് പറയുന്നത്? ദ ഇന്ത്യൻ ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അസംബിൾഡ് 190 ഫൂട്ട് ബെയ്ലി ബ്രിഡ്ജ് ഇൻ ചൂരൽമല, വയനാട്, കേരള ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് മിഷനറി ഫോളോയിങ് ദ ഡിസ്വാസ്റ്റിംഗ് ലാൻഡ് സ്ലൈഡ്സ് എന്നുള്ളതാണ്. ക്ലിയർ? എന്താണ് ബെയ്ലി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ? ദ ട്രാൻസ്പോർട്ട് ഓഫ് മെൻ, ഹെവി മിഷനറി ആൻഡ് ആംബുലൻസസ് ഇൻ ഡിസാസ്റ്റർ ഹിറ്റ് ഏരിയാസ്. ദ ബെയ്ലി ബ്രിഡ്ജ് ഇസ് എ ടൈപ്പ് ഓഫ് മോഡുലാർ ബ്രിഡ്ജ്. ഓസ് പാർട്സ് ആർ പ്രീ-ബിൽഡ് സോ ദേ ക്യാൻ പുട്ട് ടുഗദർ ക്വിക്ലി ആസ് നീഡഡ് എന്നുള്ളതാണ്. ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി ആൻഡ് ഇംഗ്ലീഷ് സിവിൽ എഞ്ചിനീയേഴ്സ് ക്രിയേറ്റഡ് വിത്ത് ദ ഇൻവെസ്റ്റിംഗ് ഡ്യൂറിംഗ് വേൾഡ് വാർ II ആണ്. The Indian Armed Forces inherited the Bailey Bridge design from the British using in the 1971 war with Pakistan and various disaster relief efforts such as after the 2021 Uttarakhand flash floodsന് ശേഷമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 15th മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ്.
എന്താണ് ന്യൂസ്? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് 15th മോണിറ്ററി പോളിസി കമ്മിറ്റി MPC മീറ്റിംഗ് ഹാസ് ബ്രോട്ട് നോട്ടബിൾ അപ്ഡേറ്റ് ഓൺ ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് എക്കോണമിക് പോളിസീസ് ആണ്. എന്താണ് പറയുന്നത്? ദിസ് മീറ്റിംഗ് ഹൈലൈറ്റഡ് 8 years of the flexible inflation targeting fit framework and introduces measures of the managing inflation and boost economic efficiency ആണ്. ഓക്കെ, നമുക്കറിയാം മോണിറ്ററി പോളിസി കമ്മിറ്റിയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പല കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, പഴയ കറണ്ട് അഫയേഴ്സിലേക്കോ അല്ലെങ്കിൽ മെറ്റീരിയലിലേക്കോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പോയി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയർ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.